ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗസ്റ്റായിട്ട് വന്ന സാബു മോന് ഇന്ന് രാവിലെ ബിഗ് ബോസ് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ബിഗ് ബോസിനെ പറ്റിയും അതുപോലെ തന്നെ ബിഗ് ബോസിൽ വിജയ സാധ്യതകളെ പറ്റിയും വിജയിക്കാനുള്ള മാർഗ്ഗങ്ങളെ പറ്റിയൊക്കെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതിനുശേഷം സാബു മോനോട് ഈ പറയുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസിന് അവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അങ്ങനെ ഈ പറയുന്ന സാബു മോൻ എന്താണ് ബിഗ് ബോസ് എന്താണെന്നും അവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നും കോണ്ടന്റ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ വ്യക്തമായിട്ട് കണ്ടസ്റ്റൻസിനോട് പറഞ്ഞു. ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഓരോരോ സംശയങ്ങളായിട്ട് സാബുമോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അടുത്തതായിട്ട് അനീഷ് മാത്രം ഇതിനകത്ത് ഒരു ഡൗട്ടും സാബുമോനോട് ചോദിച്ചില്ല. അതിനുശേഷം അനീഷ് ചോദിച്ചൊരു കാര്യമാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ ഞാൻ മാത്രമുള്ള ഒരു കോമണർ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും സീരിയൽ ആക്ടേഴ്സും ആർട്ടിസ്റ്റുകളും സ്റ്റേജ് പ്രോഗ്രാം ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റി സ്റ്റാറ്റസും ഉള്ള വ്യക്തികളാണ്. അപ്പം എങ്ങനെ ശരിയാവും ഞാൻ മാത്രം ഒരു കോമണർ ആയിട്ടുള്ളപ്പോൾ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം 5 പേരെങ്കിലും സാധാരണക്കാരായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വേണം. കോമണർ കണ്ടസ്റ്റൻസ് ആയിട്ട് എല്ലാ സീസണുകളിലും ഏകദേശം 5 പേരെങ്കിലും ബിഗ് ബോസ് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ അനീഷ് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിന് ഉത്തരം പറയാണ്ട് സാബുമോൻ ഉള്ളിലേക്ക് കയറിപ്പോയി. മറ്റൊന്നുമല്ല, ഇത് ബിഗ് ബോസ് തന്നെ നേരിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടാണ് സാബുമോൻ കയറിപ്പോകുന്നത്. കാരണം ഇതിനെനിക്ക് ഉത്തരമില്ല എന്ന് കൃത്യമായിട്ട് അനീഷിനോട് പറഞ്ഞുകൊണ്ടാണ് സാബുമോൻ കയറിപ്പോയത്. ഇനി നമുക്ക് അനീഷ് പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കാം. അതിനകത്ത് അനീഷ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സെലിബ്രിറ്റീസ് ആണ്, ഞാൻ മാത്രമുള്ളൊരു കോമണർ കണ്ടസ്റ്റൻ്റ് ആയിട്ട്. എല്ലാവരും സെലിബ്രിറ്റീസ് ആണ് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ചുരുക്കം മത്സരാർത്ഥികൾ മാത്രമാണ് ഈ ഒരു സീസൺ 7 ഉള്ളത്. ഒന്ന് അനുമോൾ ഒരുപാട് ഈ പറയുന്ന പോലെ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ നമ്മുടെ സ്റ്റാർ മാജിക് പോലെ ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് അനുമോൾ ഒരു സെലിബ്രിറ്റി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഷാനവാസിൻ്റെ കേസിലും ഷാനവാസ് ഒരുപാട് ചാനലുകളിൽ ഇഷ്ടംമാരെ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ്. അതുകൊണ്ട് തന്നെ ഷാനവാസിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സെലിബ്രിറ്റി കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താം. നമുക്ക് അക്ബർ ഖാനെ വേണമെങ്കിൽ ഈ കാര്യത്തിൽ പറയാം. അതും വേണമെങ്കിൽ മാത്രം. പുള്ളിക്കാരൻ ഫിനാൻഷ്യലി ഭയങ്കര പണക്കാരനൊന്നുമല്ല, എന്നാലും ഒരു ചെറിയൊരു സെലിബ്രിറ്റി. മറ്റൊന്നുമല്ല, നമ്മുടെ സ്റ്റാർ സിംഗറിലെ ഈ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെ മെൻറ്ററായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു ചെറിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ സിംഗറായിട്ടുള്ള അക്ബർ ഖാൻ. ഇവർ 3 പേരും കൂടാതെ ആരാണ് ബിഗ് ബോസ് ഹൗസിൽ ഇത്ര വലിയ സെലിബ്രിറ്റി ആയിട്ട് വന്നത്? ഒന്ന് നമുക്ക് നെവിനെ പറയാം. നെവിൻ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും സാധാരണക്കാരനായ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഈ പറയുന്ന നെവിൻ ഈ പറയുന്ന പോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ജനങ്ങൾ അറിയുന്ന വ്യക്തിയൊന്നുമല്ല നെവിനെ എനിക്ക് പേഴ്സണലി ഒട്ടും അറിയില്ലായിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അടുത്തതായിട്ട് സാബുമാനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ട് കൂടിയില്ല. നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും. സാബുമാൻ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഇത്രപ്പെടുത്ത് ഫോളോവേഴ്സൊക്കെ ഒന്നുള്ള വ്യക്തിയൊന്നുമല്ല. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് പുതിയതായിട്ട് വന്ന വേദലക്ഷ്മി, അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ, മിക്ക കണ്ടസ്റ്റൻസും ഈ പറയുന്ന പോലെ ഒരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ട് വന്ന വ്യക്തികളൊന്നുമല്ല. നമുക്ക് ഇവരെയൊക്കെ ഒരുപാട് പേരെ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് തന്നെ ബിഗ് ബോസിൽ. പറയാനായിട്ട് അറിയുന്നത് ഈ പറയുന്ന അനുമോളെയും ഷാനവാസിനെയും അങ്ങനെയുള്ള കുറച്ച് പേരെ മാത്രമാണ്. പിന്നെ ബിന്നി സെബാസ്റ്റ്യൻ ഈ പറയുന്ന പോലെ ഒരു സീരിയലിലാണ് ആകെ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരത്തെയും ഇത്ര വലിയ സെലിബ്രിറ്റി ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെയും നമുക്ക് അനീഷിനെ വേണമെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഉൾപ്പെടുത്താം. സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ തൻ്റേതായിട്ടൊരു വ്യക്തിത്വം കാഴ്ചവെക്കുന്ന വ്യക്തികളാണ് ഈ പറയുന്ന സെലിബ്രിറ്റീസ്. അല്ലെങ്കിൽ ഒരുപാടധികം ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ സെലിബ്രിറ്റീസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന നെവിൻ, സാബുമോൻ, വേദലക്ഷ്മി ഇവരെയൊക്കെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും വലിയ സെലിബ്രിറ്റി അവിടെ അനീഷാണ്. അനീഷ് സ്വന്തമായിട്ടൊരു ബുക്ക് എഴുതി അത് പബ്ലിഷ് ചെയ്തൊരു എഴുത്തുകാരനാണ് അനീഷ്. അതുപോലെ തന്നെ അനീഷ് എന്താണ് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാടധികം വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഒരുപാട് വ്യൂസൊക്കെ നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. സ്വന്തമായിട്ടൊരു ബുക്ക് വരെ അനീഷിനുണ്ട്. ആ ഒരു സമയത്ത് എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അനീഷിനെ വേണമെങ്കിൽ നമുക്ക് സംബോധന ചെയ്യാം. ഒരു കോമണർ എന്ന് വേണമെങ്കിൽ വിളിക്കേണ്ട. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് ഹൗസിൽ മത്സരിച്ച എല്ലാ കണ്ടസ്റ്റൻസും ഇപ്പോൾ നിൽക്കുന്നതും എവിക്ഷനിൽ പുറത്തു പോയതും അങ്ങനെയുള്ള എല്ലാ മത്സരാർത്ഥികളും ഈ പറയുന്ന പോലെ സെലിബ്രിറ്റീസായി. അവരെല്ലാവരും ബിഗ് ബോസിൽ വന്നു. ഒരുപാട് ജനങ്ങൾക്ക് ഇപ്പോൾ അവരറിയാം. ഒരുപാട് പേര് അവിടെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർ എന്താണ് ഈ പറയുന്ന പോലെ സെലിബ്രിറ്റീസാണ്. അല്ലാത്ത പക്ഷം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ ജനങ്ങൾക്കിടയിൽ ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്ന 1, 2, 3 പേരെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ഈ പറയുന്ന പോലെ അനുമോളും ഷാനവാസും ഈ പറയുന്ന ബിന്നി സെബാസ്റ്റ്യനെയും കുറച്ച് പേർക്ക് അറിയാൻ പറ്റും. അക്ബർ ഖാനെയും കുറച്ച് പേർക്കൊക്കെ അറിയാനായിട്ട് സാധിക്കും. പിന്നീട് ഈ നമ്മുടെ പറയുന്ന രേണു സുധിയെയും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയതുകൊണ്ട് രേണു സുധിയെയും
കുറച്ച് പേർക്ക് അറിയാനായിട്ട് സാധിക്കും. അതല്ലാതെ ജനങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഒരുപാടധികം വോട്ടുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുക്കാനോ പറ്റിയ ആരും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അനീഷ് ഉൾപ്പെടെയുള്ള എല്ലാവരും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ സെലിബ്രിറ്റീസ് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അനീഷ് പറഞ്ഞ ആ ഒരു പ്രസ്താവന നമുക്ക് തികച്ചും അങ്ങോട്ട് യോജിക്കാനായിട്ട് സാധിക്കില്ല. ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് അനീഷ് തന്നെയാണ്. അനീഷ് ഈ ഒരു സീസൺ വിജയിക്കുമെന്ന് ഏകദേശം നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും ഒരു അത്ഭുതങ്ങളോ സംഭവിച്ചാലേ ഉള്ളൂ. അല്ലെങ്കിൽ അനീഷ് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു സീസണിൻ്റെ വിജേതാവാകാനായിട്ട് ഏകദേശം ഒരു 85% ചാൻസ് അനീഷിന് തന്നെയാണ്. പിന്നെ അനുമോളാണ് അനീഷിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റൊരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ്. അനുമോൾ കുറച്ച് കയറി വന്നാലേ അനീഷിന് പേടിക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും അനീഷ് ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസും കോമണേഴ്സും തമ്മിലൊരു വിടവ് ഈ ഒരു സീസണിൽ കൊണ്ടുവരേണ്ടതായിട്ടില്ല. ഇത് എല്ലാ റിവ്യൂവേഴ്സിൻ്റെയും അഭിപ്രായങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. എനിക്കും പേഴ്സണലി അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ട് അനീഷിനും ഈ പറയുന്ന പോലെ സൊസൈറ്റിയിൽ കൃത്യമായിട്ടൊരു പേരുണ്ട്. ഒരു എഴുത്തുകാരനാണ് അനീഷ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അനീഷും ഒരു കൊച്ചു സെലിബ്രിറ്റി തന്നെയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ സംസാരിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത് തീർച്ചയായിട്ടും ലാലേട്ടൻ എടുക്കും. അല്ലെങ്കിൽ സാബുമോൻ ഇതിനെപ്പറ്റി സംസാരിച്ചാണ്. ഇതിപ്പോൾ സാബുമോൻ ഇത് അവോയ്ഡ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ ലാലേട്ടൻ തീർച്ചയായിട്ടും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം അനീഷിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്